നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. CPIM ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. EN സുരേഷ് ബാബു CPIM ജില്ലാ സെക്രട്ടറി. പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നെൽകർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് T മഹേഷ്. നെല്ല് സംഭരണ വിഷയത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അഡ്വക്കേറ്റ് T മഹേഷ്. പാലക്കാട് കഞ്ചിക്കോട് കൊട്ടാമുടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തകൾ വിശദമായി. CPIM ജില്ലാ സമ്മേളനത്തിന് സമാപനം. 3 ദിവസങ്ങളിലായി ചിറ്റൂർ തത്തമംഗലത്ത് നടന്നു വന്ന CPIM ജില്ലാ സമ്മേളനത്തിനാണ് സമാപനമായത്. ഈ നാടും ഈ നഗരവും മറിച്ച് കടന്നു വരികയാണ് ചെങ്കോട്ട. ഭാഷാപിതാവിന്റെ പാദസ്പർശങ്ങൾ കൊണ്ട് പവിത്രമായ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ നന്മയുടെ നന്മ പുലരുന്ന പോരുവിളിമായി വന്ന കൊങ്ങനെ പടയെടുത്ത് മടക്കിയോടിച്ച് നാടുകാത്ത തല്ലകത്തമ്മയുടെ ഐതിഹ്യം മറങ്ങുന്ന കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമരവീരാത്തിന്റെ കിടാത്ത ചാലകളുള്ളിൽ വീഴുന്ന ചിറ്റൂരിന്റെ ചരിത്രമണിൽ, ചിറ്റൂരിന്റെ മണിത്തട്ടിൽ CPIM-ന്റെ ഐതിഹാസികമായ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായി ചിറ്റൂർ തത്തമംഗലത്ത് നടന്നു വന്ന CPIM ജില്ലാ സമ്മേളനം സമാപിച്ചു. അവസാന ദിവസമായ വ്യാഴാഴ്ച പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന സമ്മേളനം പ്രതിനിധി തെരഞ്ഞെടുപ്പ്, ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചുവപ്പ് സേന വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ ഓരോന്നോരോന്നായി ഇന്നത്തോടുകൂടി പാലക്കാട് ഉൾപ്പെടെ പൂർത്തിയാക്കുകയാണ്. വരുന്ന മാസം 11-ാം തീയതിയോടുകൂടി തൃശ്ശൂർ സമ്മേളനമാണ് അവസാനത്തെ സമ്മേളനം. തുടർന്ന് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം സമ്മേളനം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മാർച്ച് മാസം ആദ്യം. പാർട്ടി ജില്ലാ കമ്മിറ്റി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6, 7, 8, 9 തീയതികളിലായിട്ടാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേരുക. ഇങ്ങനെ കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ കാര്യമായി വേറെ ഇല്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. രാഷ്ട്രീയവും സംഘടനാപരവുമായ വ്യക്തത വരുത്തി പഴയകാല സംഘടനാ പ്രവർത്തകരും പുതിയ കേഡർമാരെയും കൃത്യമായ മാനദണ്ഡമനുസരിച്ച്, മാനദണ്ഡം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവാത്ത മാനദണ്ഡമല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനടിസ്ഥാനം. എല്ലാവർക്കും ബാധകമായ ഒരു കാര്യം, ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്താനുള്ള ശേഷി പ്രധാനമാണ്. ഒപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതിന് ഉറപ്പുണ്ടാവണം. അതോടൊപ്പം മെറിറ്റാണ് അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ശേഷിയെ അളക്കേണ്ടത്. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കമ്മിറ്റികളിലെയും പുതിയ കേഡർമാരെ ഫലപ്രദമായിട്ട് വിന്യസിപ്പിച്ചത്. 44 അംഗ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയായി EN സുരേഷ് ബാബുവിനെയും തിരഞ്ഞെടുത്തു.
CPIM-ന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ നെൽകർഷകർക്ക് നൽകുന്ന പ്രോത്സാഹന വിഹിതം ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണ വിഷയത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അഡ്വക്കേറ്റ് ടി മഹേഷ് പറഞ്ഞു. ജനതാദൾ ജില്ലാ സെക്രട്ടറി എം ലെനിൻ, യുവജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം പി രജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പലപ്പോഴും ഇപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടുവരുന്നത് റിവോൾവിംഗ് ഫണ്ടുകൾ അങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫണ്ടുകളായിട്ട് പല വകുപ്പുകളിലും നമ്മൾ കാണുന്നില്ല. അപ്പം അത് സംഭരിക്കുന്ന നെല്ലിന് സമയബന്ധിതമായി പണം നൽകുന്നതിന് ഒരു കാലതാമസം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ കേരളത്തിലെ നെൽകർഷകർക്കുണ്ട്. ആ ആശങ്ക മാറ്റി അതിന് എല്ലാ കാലത്തും കേരള സർക്കാരിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം ഒരു കാലത്ത് 2019 കാലഘട്ടം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ഇൻസെൻറ്റീവ് 8 രൂപ 50 പൈസ ഇൻസെൻറ്റീവ് കൊടുത്ത സർക്കാരാണ് കേരള സർക്കാർ. അത് ഈ കേരളത്തിലെ നെൽകർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും പുതിയ ആളുകളെ ഈ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇൻസെൻറ്റീവുകൾ കൊടുത്തത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ 4 പ്രകാരം കേരള സർക്കാരിന് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുത്തു. പാലക്കാട് കഞ്ചിക്കോട് കൊട്ടാമുടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകളെത്തി. PT5 എന്ന കാട്ടാനയും കുട്ടിയാനയും കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ മലമുകളിലൂടെ നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രദേശത്തെ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ കാട്ടാനയുടെ ദൃശ്യം പകർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുള്ളിമട, മായമ്പള്ളം മേഖലകളിലെത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഏക്കർ കണക്കിന് വാഴകൃഷിയും നെൽകൃഷിയുമാണ് നശിപ്പിച്ചത്. ചുള്ളിമട ഗവൺമെൻറ് LP സ്കൂളിലെ മതിലും കാട്ടാന തകർത്തിരുന്നു. ദുരിതയാത്രയ്ക്ക് അറുതി. മംഗലം ടൗണിലെ തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി തകർന്നു കിടക്കുന്ന മംഗലം ഗോവിന്ദാപുരം റോഡിലെ മംഗലം ടൗണിലെ ശോച്യാവസ്ഥയ്ക്കാണ് പരിഹാരമാകുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മുൻകൈയെടുത്ത് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെങ്കിലും മംഗലം ടൗണിലെ സർവീസ് റോഡും ഗോവിന്ദാപുരം റോഡും ചേരുന്ന ഭാഗത്തെ തകർച്ചയ്ക്ക് പരിഹാരമായിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ നാളുകളിലെ ശബരിമല തീർത്ഥാടകരുടെ തിരക്കും വർദ്ധിച്ചതോടെ യാത്രാ ദുരിതം കൂടുതലായി. ദേശീയപാത ആമക്കുളം ഭാഗത്ത് ബൈപ്പാസ് അടച്ചതോടെ തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മംഗലം അടിപ്പാതയിലൂടെ തിരിഞ്ഞ് സർവീസ് റോഡിൽ പ്രവേശിച്ച് മംഗലം ടൗണിലെത്തിയാണ് ഗോവിന്ദാപുരം റോഡിൽ പ്രവേശിക്കുന്നത്. ഇത് വലിയ ഭാരവാഹനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. മംഗലം ടൗണിൽ ഇത്തരം വാഹനങ്ങൾ പിന്നോട്ടെടുത്തും മുന്നോട്ടെടുത്തും വേണം യാത്ര തുടരാൻ. സ്ഥലപരിമിതി ഉള്ളതിനാൽ വലിയ വാഹനങ്ങൾ തിരിയുമ്പോൾ ഇവിടെ മുന്നോട്ടും പിന്നോട്ടും എടുക്കുന്നതിനാൽ ഗതാഗത തടസ്സവും റോഡിൻ്റെ തകർച്ചയ്ക്കും കാരണമായി. നിരവധി തവണ ഈ ഭാഗത്ത് ടാറിംഗ് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കരാറെടുത്തിരിക്കുന്നവർ മംഗലം ടൗൺ ഭാഗത്ത് ടൈൽസ് നിരത്തി നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇതോടെ റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മറ്റു വാർത്തകളിലേക്ക്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കുള്ള പഴയ ഹെൽത്ത് കാർഡ് പുതുക്കുന്നതിനും പുതിയ കാർഡുകൾ ലഭ്യമാക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കഞ്ചേരി സൈഗ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫുഡ് സേഫ്റ്റി തരൂർ സർക്കിൾ ഓഫീസർ VH അഷ്റഫ് നിർവഹിച്ചു. ഇത് നിർബന്ധമായും നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോപ്പി ആ സ്ഥാപനം ഏതാക്കി കൊടുക്കേണ്ടതാണ് ആദ്യത്തെ പടി. അപ്പോഴാണ് ഇതിന്റെ ഒരു ഗുണമാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും പാലിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ പലപ്പോഴും രാവിലെ എണീറ്റ് 6 മണിക്ക് അടുക്കളയിൽ പോകുമ്പോൾ കുളിച്ചൊരുങ്ങി മറ്റു കാര്യങ്ങളിൽ പോകുന്ന പോലെയല്ല നമ്മളൊരു സ്ഥാപനത്തിൽ പൊതു സ്ഥലത്ത് അല്ലെങ്കിൽ പൊതു ആൾക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു ജോലിക്ക് പോകുന്നത് പോലെ തന്നെ വൃത്തിയായി കുളിച്ചൊരുങ്ങി അതിൻ്റെ വൃത്തിയോടുകൂടി തന്നെ തലയിൽ ഹെയർ നെറ്റ് വെച്ച് മാസ്ക് ധരിച്ച് ഒരു ഏപ്രൺ ധരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ നെയിൽ നഖം കട്ട് ചെയ്ത് ഈ വൃത്തിയായിട്ട് വേണം പോകേണ്ടത്. അതേമാതിരി തലേ ദിവസം ഇട്ട ഡ്രസ്സല്ല പിറ്റേ ദിവസം ഇട്ടത്. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ തലേ ദിവസം തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഫുഡ് പോയ്സൺ ഒഴിവാക്കാൻ സാധിക്കും.
യൂണിറ്റ് പ്രസിഡന്റ് PG ഗോപിനാഥ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി പ്രസിഡന്റ് CK അച്യുതൻ, അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി A അബ്ദുൽ നാസർ, സതീഷ് ചാക്കോ, സലീം തണ്ടലോട് എന്നിവർ സംസാരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജമാഅത്ത് ഉൽ ഉലമയുടെ പ്രഖ്യാപന സമ്മേളനം ജനുവരി 29-ന് വടക്കഞ്ചേരിയിൽ നടക്കും. സെപ്റ്റംബർ 15, 16 തീയതികളിലാണ് മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനം ആഘോഷിക്കുന്നത്. നബിയുടെ ജന്മദിനത്തോടൊപ്പം ജമാഅത്തുൽ ഉലമയുടെ 30ാം വാർഷികവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി PS ഉമ്മർ ഹത്താബ്, മുഹമ്മദ് ഇല്യാസ്, അബ്ദുൽ നസീർ, ഇബ്രാഹിം കുട്ടി, അബ്ദുൾ റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമയത്ത് പാലക്കാട് ജില്ലാ ജമാഅത്തുൽ ഉലമയുടെ 30ാം വാർഷികവും ഉണ്ടാവും. ജമാഅത്തുൽ ഉലമ പ്രസിഡന്റാണ് വിജയപ്രാർത്ഥി, ഞാൻ സെക്രട്ടറിയുമാണ്. അപ്പോൾ അതിനുடைய 30ാമത്തെ വാർഷികം പാലക്കാട് ജില്ലയിൽ തുടങ്ങി 30 വർഷം കഴിഞ്ഞതാണ് 30ാം വാർഷികം നടക്കുന്നത്. ആ സമയത്ത് വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് ആയല ഹദറത്തിന്റെ അനുസ്മരണം ഉണ്ടാവും. ഈ ആയല ഹദറത്ത് എന്ന് പറയപ്പെടുന്ന ആൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാ ഇമാമിയങ്ങളുടെയും ഗുരുവാണ്. ആയല ഹദറത്ത് എന്ന് പറയും. അവരുടെ അനുസ്മരണം അന്നേ ദിവസം ഉണ്ടാവും. അന്നേ ദിവസം തന്നെ ഉലമ ഉമറ കോൺഫറൻസ്, അതായത് പണ്ഡിതന്മാരും പള്ളി ഭാരവാഹികളുമുള്ള ഒരു ചർച്ച അന്നേ ദിവസം തന്നെ ഉണ്ടാവും. ഈ പരിപാടി, ഈ 4 പരിപാടി നബിതങ്ങളുടെ 1500ാം ജന്മദിനമോ. ജാമിയ ഹസനിയയുടെ 30ാം സംസ്ഥാന സമ്മേളനം ജനുവരി 24, 25, 26 തീയതികളിൽ കല്ലേക്കാട് ഹസനിയ ക്യാമ്പസിൽ നടക്കും. ഖുർആൻ ഹൃദ്യസ്ഥമാക്കി പരീക്ഷകൾ പാസ്സായ പണ്ഡിതന്മാർക്ക് സ്ഥാനവസ്ത്ര വിതരണവും സമ്മേളനത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി ആത്മീയ സമ്മേളനം, ഫാദിയ കോൺവൊക്കേഷൻ, പണ്ഡിത സംഗമം, പ്രവാസി സംഗമം എന്നിവ ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ AP അബ്ദുൾ റഹ്മാൻ ഫൈസി മാരായമംഗലം, KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, ഷൗക്കത്ത് ഷാജി കാരാകുർശി, നൂർ മുഹമ്മദ് ഹാജി പള്ളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ നാം 3 ദിവസത്തെ സമ്മേളന പരിപാടിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സമ്മേളനത്തിൽ 3 ദിവസവും വിപുലമായ പരിപാടികളുണ്ട്. അതിൻ്റെ വിശദമായ നോട്ടീസുകൾ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്.